അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2023-24 വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയിലെ 2ാം ക്ലാസ്സിൽ നിന്നുള്ള ലിസാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ കൂടി ഏത് രൂപത്തിൽ വരും എന്നും കൂടി മനസ്സിലാക്കാൻ ഇത് സഹായകമാകും. നമുക്ക് നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നസ്വിലു മാ യുനാസിബു, യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ്. ഇവിടെ നമ്മൾ താഴെ കൊടുത്ത ഓരോ പദത്തിനു മുമ്പിലായി ഹാദ എന്നാണോ അല്ല ഹാദിഹി എന്നാണോ നൽകേണ്ടത് എന്ന് എഴുതുക. നമുക്ക് നോക്കാം. ബഖറത്തുൻ, ഇവിടെ ഹാദിഹി എന്നാണ്, ഹാദിഹി ബഖറത്തുൻ. ജിദാറുൻ, ഹാദ എന്നാണ് നൽകേണ്ടത്, ഹാദ ജിദാറുൻ. ഷാത്തുൻ, ഇതിന് നൽകേണ്ടത് ഹാദിഹി, ഹാദിഹി ഷാത്തുൻ. സുല്ലമുൻ, ഇതിന് നൽകേണ്ടത് ഹാദ, ഹാദ സുല്ലമുൻ. ചോദ്യം 5. ദജാജത്തുൻ, ഇതിന് നൽകേണ്ടത് ഹാദിഹി എന്നാണ്, ഹാദിഹി ദജാജത്തുൻ. ചോദ്യം 6. മിഫ്താഹുൻ, ഇതിന് നൽകേണ്ടത് ഹാദ, ഹാദ മിഫ്താഹുൻ. ചോദ്യം 7. ഹിറത്തുൻ, ഇതിന് നൽകേണ്ടത് ഹാദിഹി, ഹാദിഹി ഹിറത്തുൻ. അടുത്തത് ബാബുൻ, 8ാമത്തെ ചോദ്യം. ബാബുൻ, ഇതിന് നൽകേണ്ടത് ഹാദ എന്നാണ്, ഹാദ ബാബുൻ. ഇനി ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം എന്നാണ്, അഥവാ അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1. ഹാദിഹി ജുവാഫ, ഹാദിഹി ജുവാഫ, ഇത് പേരക്കയാണ്, ഇത് പേരക്കയാകുന്നു. ഹാദിഹി ജുവാഫ, ഇത് പേരക്കയാകുന്നു. ചോദ്യം 2. അന തിൽമീദുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്, അന തിൽമീദുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം നുജീബു, നമുക്ക് ഉത്തരം നൽകാം എന്നതാണ്. ഇവിടെ ചിത്രം നൽകി ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, അതിന് നമ്മൾ ഉത്തരം എഴുതണം. ചോദ്യം 1. മാ ഹാദ, ഇവിടെ ഒരു ബക്കറ്റ് നൽകിയിട്ടുണ്ട്, എന്നിട്ട് ചോദിക്കുന്നു മാ ഹാദ, ഇതെന്താണ്? അതിൻ്റെ ഉത്തരം ഹാദ ദൽവുൻ, ഇത് ബക്കറ്റാണ്, ഹാദ ദൽവുൻ. ഇവിടെ മൊബൈൽ നൽകി ചോദിക്കുന്നു മാ ഹാദ, ഇതെന്താണ്? ഉത്തരം എഴുതേണ്ടത് ഹാദ ജവ്വാലുൻ, ഹാദ ജവ്വാലുൻ. ചോദ്യം 3. മാ ഹാദ, ഇവിടെ പേന നൽകിയിട്ടാണ് ചോദിക്കുന്നത്, മാ ഹാദ, അതിൻ്റെ ഉത്തരം ഹാദ ഖലമുൻ, ഹാദ ഖലമുൻ. ചോദ്യത്തിൻ്റെ 4ാമത്തെ ചോദ്യം, ഇവിടെ പുസ്തകം നൽകിയിട്ടുണ്ട്, മാ ഹാദ, ഇതെന്താണ്? അതിൻ്റെ ഉത്തരം ഹാദ കിതാബുൻ, ഹാദ കിതാബുൻ. ഇനി ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം നക്തുബുൽ ഇസ്മ ഫിൽ ലുഗത്തിൽ അറബിയ, താഴെ കൊടുത്ത ചിത്രത്തിൻ്റെ പേര് അറബിയിൽ എഴുതണം. ഇവിടെ കുട നൽകിയിട്ടുണ്ട്, കുടയെ അറബിയിൽ പറയൽ ഷംസിയ, ഷംസിയ. രണ്ടാമത് ഇവിടെ മുന്തിരി നൽകിയിട്ടുണ്ട്, അതിനെ നമ്മൾ അറബിയിൽ പറയേണ്ടത് ഐനബുൻ, അറബിയിൽ പറയേണ്ടത് ഐനബുൻ, ഐന് നൂന് ബ, ഐനബുൻ. ചക്ക നൽകിയിട്ടുണ്ട്, അതിന് അറബിയിൽ പറയൽ ഫനസുൻ, ഫനസുൻ. ഇവിടെ മേഘമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്, അതിന് സഹാബുൻ, മേഘം, സഹാബുൻ. 5ാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗം നുഅരിബു, നമുക്ക് അറബിയാക്കാം എന്നതാണ്. ഇവിടെ നൽകിയ ഭാഗങ്ങളെ നമുക്ക് അറബിയാക്കണം. ഇത് സ്ലൈറ്റ് ആകുന്നു, അവിടെ സ്ലൈറ്റ് നൽകിയിട്ടുണ്ട്, അതിന് നമുക്ക് അറബിയാക്കണം. ഇത് സ്ലൈറ്റ് ആകുന്നു, ഹാദ ലൗഹുൻ, ഹാദ ലൗഹുൻ. രണ്ടാമത്തേത് ഇത് പാറയാകുന്നു, ഇത് പാറയാകുന്നു, അതിൻ്റെ ഉത്തരം ഹാദിഹി സഹ്റത്തുൻ, ഹാദിഹി
സഖ്റത്തുൻ, ഹാദിഹി സഖ്റത്തുൻ. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി നന്നായി പഠിക്കുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.